ഓക്കെ, ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഉള്ളിലേക്ക് കയറി. മാസ്റ്റർ പീസിന് മറ്റേ വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് വലിയൊരു സ്കൈ ഷോട്ടാണ്. സ്കൈ ഷോട്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ പൈപ്പ് വെച്ചിട്ട് വലിയൊരു സംഭവം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി തിരി മാത്രം കൊടുത്താൽ മതി, കത്തണം. അതുപോലെ തന്നെ എത്രത്തോളം ഹൈറ്റിൽ കയറിയിട്ട് പൊട്ടും എന്നുള്ളതൊക്കെ നോക്കാം. ആദ്യം തന്നെ പറയാം, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് എൻ്റർടൈൻമെൻ്റ് ആക്കി മാത്രം കണ്ടാൽ മതി, അതല്ലാതെ ആരും ഉണ്ടാക്കിയൊന്നും നോക്കരുത്. കാരണം അത്യാവശ്യം പവർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിലേക്ക് കടക്കാം. അതിനു മുമ്പ് മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്ക് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 10,000 ലൈക്കുകളാകുകയാണെങ്കിൽ ഇതിനേക്കാളും ഹ്യൂജ് ആയിട്ടുള്ള വലിയൊരു സംഭവം നമ്മൾ എന്തായാലും മാസ്റ്റർ പീസിൽ ഉണ്ടാക്കി തരുന്നതാണ്. വെറും 10,000 ലൈക്ക് മാത്രം മതി. എല്ലാവരും ലൈക്ക് ചെയ്ത് തുടങ്ങിക്കോട്ടോ, അതും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. നമ്മളതിനായിട്ട് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് അതേപോലെയുള്ള വലിയൊരു കുറ്റിയാണ്. ഇത് ഞാൻ വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയത് കേട്ടോ. അതെങ്ങനെ വെൽഡ് ചെയ്തു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ 18 ഇഞ്ച് നീളമുള്ള ഒരു പൈപ്പ് വാങ്ങി അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു പ്ലേറ്റ് താഴെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തിരി വെക്കാനായിട്ടുള്ള ഒരു ഹോളാണ് കണ്ടോ. കറക്റ്റായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിയിലൊരു പ്ലേറ്റ് ഫിറ്റ് ചെയ്തു. ഈ പ്ലേറ്റ് ഇതേപോലെ വെൽഡ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് എയർ ടൈറ്റ് നിൽക്കാൻ വേണ്ടി തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് ഒന്നുമില്ല, സാധാരണ കാലിക്കുറ്റി മാത്രം കേട്ടോ. അത്യാവശ്യം വെയിറ്റുള്ള ഒരു ഇരുമ്പാണ്, കട്ടിയിലുള്ള ഒരു ഇരുമ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, കാരണം മറിയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള മരുന്നും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മരുന്നുണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് അധികം പടക്കം എടുത്തിട്ടുണ്ട്. 50ഓളം ഓലപ്പടക്കമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ 50 ഓലപ്പടക്കത്തിൽ നിന്നും മരുന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മരുന്ന് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എടുക്കാൻ പോവാണ്. ഈ മരുന്ന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കൈ ഷോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ മരുന്ന് പെട്ടെന്ന് എടുക്കാനായിട്ടേ ഈ ഒരു സംഭവം ഈ തിരിയാണ് വലിച്ചൂരിയാൽ മതി കേട്ടോ. ഇങ്ങനെ കുടഞ്ഞത് കേട്ടോ. ഇത്ര മരുന്നുണ്ടാവും കേട്ടോ ഒരു പടക്കത്തിൽ. ഇങ്ങനത്തെ 50 ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഇത്ര മരുന്നുണ്ട് കേട്ടോ. 50 പടക്കത്തിൻ്റെ മരുന്നാണ് ഈ കാണുന്നത്. നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഒരു ചട്ടക്കടലാസ് എടുത്തിട്ടുണ്ടോ, പെട്ടിയുടെ ഒരു ഭാഗം കേട്ടോ. ഈ ഒരു കോയിലില്ലേ, ഈ ഒരു കോയിൽ ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക. ഈ റൗണ്ടിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2 എണ്ണം റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് ഷേപ്പ് ആക്കാൻ കേട്ടോ, കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ടൈറ്റായിട്ട് കയറേണ്ട രീതിയിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടും ഇതേപോലെ കറക്റ്റായിട്ട് കട്ടായിട്ടുണ്ട്. ഇതിലേക്ക് ടൈറ്റായിട്ട് ഇറങ്ങുന്ന രീതിയിൽ കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് കട്ടി കിട്ടാൻ വേണ്ടിയാണ്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൗണ്ട് ചെയ്ത് ഒട്ടിക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗം ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് റൗണ്ട് ചെയ്തിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കട്ടിയിലുള്ള ഒരു ചട്ട പേപ്പർ ആയിട്ടുണ്ട്. ഇത് കട്ടിയുള്ളതാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഒറ്റ പീസ് മതി. നമ്മളിതിലേക്ക് ടൈറ്റാക്കി ഇറക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലൊരു ഹോൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതാ കറക്റ്റായിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് ഇതേപോലുള്ള ആറ്റം ബോംബ് എടുത്തിരിക്കണം. ആറ്റം ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ ഗ്രീൻ ബോംബ് കേട്ടോ. ആറ്റം ബോംബ് എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അത്യാവശ്യം വലുത് തന്നെ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യുകയാണ്. ഈ തിരി ഇവിടെ പുറത്തേക്ക് കറക്റ്റ് വരണം. അപ്പോൾ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കാം. നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക, ഇളകി പോകരുത്. ഓക്കെ, അപ്പോൾ ഇതുമലാണ് നിൽക്കേണ്ടത്. ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് താഴേക്ക് ഇറക്കണം. അത് ഞാൻ ലാസ്റ്റ് ഭാഗം പറഞ്ഞുതരാം. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരി സെറ്റ് ചെയ്യണം. ഇതേപോലെയുള്ള തിരി വാങ്ങിയിട്ടുണ്ട്. ഈ തിരിയാണ് നമ്മളിതിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഹോൾ ഇട്ടിരുന്നു. ഈ ഹോളിലേക്കാണ് ഈ തിരി കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിനുള്ളിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മളത് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ പോവാണ്, അതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ സാധാരണ പൊതിയുന്ന ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്.
കോയിലായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് തിരിൻ്റെ ഭാഗം കൂടെ ഇത്ര പോകുന്നൊരു കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇട്ടായിട്ട് ഇറക്കി കൊടുത്തു. ഇനി ഇവിടെ ഇത്തിരി പശ ഇട്ട് കൊടുക്കാം കേട്ടോ, കാരണം ഇവിടെ ചെറിയൊരു ടൈറ്റ് നിൽക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ സെറ്റായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്കൈ ഷോട്ടിൻ്റെ കുറ്റി റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് മരുന്ന് നിറക്കാൻ പോകട്ടോ. ഇതാ ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ പടക്കം കറക്റ്റായിട്ട് ഇതിലേക്ക് ഇറക്കി കൊടുക്കണം. നമ്മളൊരു പ്ലാൻ പ്രകാരം ആ തിരി കത്തിയതിന് ശേഷം ഇതിലേക്ക് മരുന്ന് പിടിച്ച് ഇത് മുകളിലേക്ക് പൊങ്ങുന്ന കേട്ടോ. അപ്പോൾ ഇത് നല്ല ടൈറ്റിൽ തന്നെ വെക്കാം കേട്ടോ. ഓക്കെ, ഇതേപോലെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്, അതിനുള്ളിലേക്ക് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മളിതിൻ്റെ മുകൾ ഭാഗം അടക്കാൻ പോവാണ്. അതിനായിട്ട് ഇതേപോലെയുള്ളൊരു പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒട്ടിച്ച് കൊടുത്തു. നമ്മളെ സ്കൈ ഷോട്ട് റെഡി ആയിരിക്കുകയാണ്. ഇനി തീ കൊടുത്ത് നോക്കാം എന്ത് സംഭവിക്കുമെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാമറ അവിടെ നിന്ന് സെറ്റ് ചെയ്തു. എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി. ഓടിക്കോ. കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ, എന്ത് സംഭവിക്കും എന്നുള്ളത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പൊങ്ങുമോ അതോ അവിടെ തന്നെ വീണ് പൊട്ടുമോ ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഉള്ളിലേക്ക് കയറി. ഓ മോനെ, പൊളിച്ചിട്ടോ, സംഭവം പൊളിച്ച്. പൊളിച്ചിട്ടോ, സംഭവം വൈബായി. ഒരു ലെവല് സാധനത്തുണ്ടോ കത്തുനാട്ടകള്. ഇതിനുള്ളിൽ ഫുള്ള് വെള്ള കളറായിട്ടുണ്ട്. പൊളിച്ചടക്കിയിരിക്കുന്നു. നമ്മുടെ സംഭവം വിജയിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി സ്കൈ ഷോട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മുകളിൽ പോയിട്ടുണ്ടോ, അത്ര മൊത്തമായിട്ട് ഇങ്ങനെ ഉണ്ടായതോട്ടോ. ഓ വിളിച്ച് ഈ അന്തരീക്ഷം മൊത്തം ആകെ തകർന്നിരിക്കുകയാണ്. അല്ല ന്യൂസേ, ന്യൂസാണ് ക്യാമറമാൻ കേട്ടോ. പവറുണ്ട്. കാരണം ഇത് പൊങ്ങുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഇതിന് ഉള്ളിൽ കണ്ടോ മൊത്തമായിട്ട് കളറ് മാറി, അതാ അതിൽ രസം. പിന്നെ മൊത്തമായിട്ട് വൈറ്റ് കളറായിരിക്കുകയാണ്. ഈ കളറല്ലല്ലോ ഇത്, പെയിന്റ് അടിച്ച് മൊട്ടായല്ലോ. ഇതെന്താ സംഭവം, ഇതൊരു ഐഡിയ കിട്ടിയില്ലല്ലോ. മരുന്ന്, ആ മരുന്ന് കത്തിയായിട്ട് പോയതാണ്. എന്തായാലും കിടിലം. ഇവിടുന്നാൾ കത്തി പിടിച്ചിട്ട് നേരെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പോയി. ഓ ഗൈസ്, സംഭവത്തിന് അടിപൊളിയായിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. അതോ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ വൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതായത് ഇവിടെ വെക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മാത്രം മതി, ആരും ചെയ്ത് അനുകരിക്കരുത്, പ്രത്യേകം പറയാണ്. ഇതുപോലുള്ള എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ 10,000 ലൈക്കുകൾ കിട്ടുകയാണെങ്കിൽ ഇതിന് വലിയൊരു സംഭവം നമ്മൾ തന്നെ നിങ്ങൾ കാണാത്തൊരു സാധനം, ഇന്ന് വരെ ചരിത്രത്തിൽ കാണാത്തൊരു സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ 10,000 ലൈക്കുകൾ പെട്ടെന്ന് തന്നെ ചെയ്തോളി. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക. മാസ്റ്റർ പീസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.